या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः. ഹരേ കൃഷ്ണ. ഇന്ന് നവരാത്രി, നവരാത്രിയുടെ 9ാം നാൾ. നവദുർഗാഭാവങ്ങളിൽ ദേവി ഇന്ന് സിദ്ധിദാത്രി ദേവിയായിട്ടാണ് അറിയപ്പെടുന്നത്. സർവസിദ്ധികളും എല്ലാവർക്കും തരുന്ന പരമശിവന് പോലും സിദ്ധി കൊടുത്തത് ദേവിയാണെന്നാണ് പറയുന്നത്. അഷ്ട ഐശ്വര്യങ്ങളും തരുന്ന യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഹരേ കൃഷ്ണ. ഇന്ന് നവരാത്രി, നവരാത്രിയുടെ 9ാം നാൾ. ദേവി, ആ നവദുർഗാഭാവങ്ങളിൽ ദേവി ഇന്ന് സിദ്ധിദാത്രി ദേവിയായിട്ടാണ് അറിയപ്പെടുന്നത്. സർവസിദ്ധികളും, അതായത് അഷ്ട ഐശ്വര്യങ്ങളും എല്ലാവർക്കും നൽകുന്നത് ദേവിയാണ്. ഭഗവാൻ ശിവശങ്കരന് പോലും സിദ്ധി നൽകിയത് ദേവിയാണത്രേ. അതുകൊണ്ടാണ് ഭഗവാൻ ദേവിയെ അർദ്ധനാരീശ്വരിയായിട്ട്, തന്റെ പാതിയായിട്ട് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ സിദ്ധിദാത്രി ദേവിയെ ആരാധിക്കുക, പൂജിക്കുക. ആ ദേവിയുടെ മന്ത്രങ്ങള് ഇന്ന് ജപിക്കുക. എല്ലായിടത്തും 2ാം തീയതിയാണ് വിജയദശമി ആഘോഷിക്കുന്നത്. കാരണം ഈ പ്രാവശ്യം തൃതീയ 2 ദിവസം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നവദുർഗാഭാവങ്ങളിൽ നമ്മുടെ ശ്രീരാമചന്ദ്രൻ ദേവിയെ രാവണനെ വധിക്കാൻ പോകുന്നതിന് മുമ്പ് ആരാധിച്ചിരുന്നു. അങ്ങനെ ആരാധിച്ച് വിജയദശമിയുടെ അന്ന് വിജയം കണ്ടെത്തി, രാവണനെ കൊന്ന് ആ വിജയം കണ്ടെത്തിയ ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ രാവണന്റെ ഒരു വലിയ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് അതിനെ കത്തിക്കും. അങ്ങനെ ഈ 9 ദിവസവും വ്രതശുദ്ധിയോടുകൂടി വാക്കും പ്രവൃത്തിയും ചിന്തയുമെല്ലാം നല്ലതോടുകൂടി ഇരുന്ന് അമ്മയെ ആര് ഭജിക്കുന്നുവോ അവർക്ക് അഷ്ട ഐശ്വര്യങ്ങളും അമ്മ പ്രദാനം ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും അഷ്ട ഐശ്വര്യങ്ങളും കിട്ടട്ടെ. ഹരേ കൃഷ്ണ. അഷ്ട ഐശ്വര്യങ്ങൾ എന്താണെന്ന് അറിയുമോ? അതുപോലെ ആ അഷ്ട ഐശ്വര്യങ്ങൾ തരുന്നത് അഷ്ടലക്ഷ്മികളാണ്. ദേവിയുടെ തന്നെ വിവിധ ഭാവങ്ങൾ, രൂപങ്ങൾ, അതെല്ലാം നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ.